ഓം ശാന്തി. പ്രഭാതമുരളി 6:11-21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമയുഗത്തിൽ നിങ്ങൾക്ക് ബാബയിലൂടെ നല്ല ബുദ്ധിയും ശ്രേഷ്ഠ മതവും ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയായി മാറുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏതൊരു ലഹരിയിൽ ഇരിക്കുമെങ്കിൽ പെരുമാറ്റ രീതി വളരെ റോയലാകും. ഉത്തരം: നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ ലഹരി കയറിയിരിക്കണം. ആഹാ, നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നും പോയി വിശ്വത്തിൻ്റെ അധികാരി, ക്രൗൺ പ്രിൻസ് ആകും. ഇങ്ങനെയുള്ള ലഹരി ഉണ്ടായിരിക്കുമെങ്കിൽ പെരുമാറ്റ രീതി സ്വതവേ റോയലാകും. മുഖത്ത് നിന്നും വളരെ മധുരമായ വാക്ക് വരും. പരസ്പരം വളരെ സ്നേഹമുണ്ടായിരിക്കും. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. മധുരമായ കുട്ടികൾ, ആത്മീയ കുട്ടികൾ വന്ന് ബ്രാഹ്മണരായി ആത്മീയ പിതാവിൽ നിന്നും ഇത് തീർച്ചയായും മനസ്സിലാക്കി, നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. ബാബ നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതാണ് സംഗമയുഗം. ആരെല്ലാമാണോ പതീതരും ഭ്രഷ്ടാചാരിയുമായ മനുഷ്യർ, അവർ വീണ്ടും പാവനവും ശ്രേഷ്ഠാചാരിയും പുരുഷോത്തമവും എന്ന് പറയപ്പെടും. ഭാവിയിൽ ഈ ലക്ഷ്മി നാരായണൻ ഒരിക്കലും പുരുഷാർത്ഥം ചെയ്ത് പുരുഷോത്തമൻ ആയിട്ടുണ്ടല്ലോ. ഇവരുടെ ഹിസ്റ്ററി തീർച്ചയായിട്ടും വേണ്ടതാണ്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴാണ് സ്ഥാപിതമായത്? കലിയുഗത്തിലും അല്ല, സത്യയുഗത്തിലും അല്ല. സ്വർഗം സ്ഥാപിതമാകുന്നത് തന്നെ സംഗമത്തിലാണ്. ഇത്രയും വിസ്താരത്തിൽ ആരും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഇത് സംഗമയുഗമാണ്. കലിയുഗത്തിന് ശേഷം സത്യയുഗമാകുന്ന പുതിയ ലോകമുണ്ടാകും. അപ്പോൾ തീർച്ചയായും സംഗമയുഗവും ഉണ്ടായിരിക്കും. പിന്നെ പുതിയ ലോകത്തിൽ പുതിയ രാജ്യം ഉണ്ടായിരിക്കും. ബുദ്ധി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ബാബയിലൂടെ നമുക്ക് നല്ല ബുദ്ധിയും ശ്രീമത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ഹേ ഈശ്വര, ഇന്നയാൾക്ക് സദാ സുമതം അഥവാ നല്ല മതം നൽകൂ. ആ ഒന്ന് മുഴുവൻ ലോകത്തിൻ്റെയും പിതാവാണ്. സർവർക്കും നല്ല മതം നൽകുന്നവനാണ്. സംഗമയുഗത്തിൽ വന്ന് തൻ്റെ കുട്ടികൾക്ക് നല്ല മതം നൽകുന്നു. അവരെ പാണ്ഡവ സമ്പ്രദായമെന്നും ദൈവിക സമ്പ്രദായമെന്നും ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ സമ്പ്രദായത്തെയും ദൈവിക സമ്പ്രദായത്തെയും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബ്രഹ്മാവിലൂടെ തന്നെയാണ് ബ്രാഹ്മണ സമ്പ്രദായം ഉണ്ടാവുക സാധ്യമാകുന്നത്. പരംപിത പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മാവിലൂടെ ഈ രചന രചിക്കുന്നത്. പ്രജാപിതാവുണ്ട്. അതിനാലാണ് ഇത്രയും കുമാരിമാരുള്ളത്. ആരെങ്കിലും വന്ന് ബ്രാഹ്മണരായ നിങ്ങളിലൂടെ ജ്ഞാനം എടുക്കാത്തത് വരെയും സദ്ഗതി എങ്ങനെ ഉണ്ടാകും? നിങ്ങളുടെ അടുക്കൽ വളരെ പേർ വരും. സന്യാസിമാരും വരും, മറ്റ് ധർമ്മത്തിലുള്ളവരും വരും ബാബയിൽ നിന്നും സമ്പത്ത് നേടുവാൻ. സ്വർഗത്തിൽ അവർക്ക് പാർട്ടില്ല. എന്നാൽ ബാബ വന്നിരിക്കുകയാണ് എന്ന സന്ദേശം സർവർക്കും നൽകണം. ഈ സമയം ഹിന്ദു എന്ന് പറയുന്ന ആരും തന്നെ ദേവീ ദേവതാ ധർമ്മത്തെ അറിയുന്നില്ല. അവർ ആദ്യം സദോ പ്രധാനമായിരുന്നു. അവർ പിന്നെ തമോയിൽ വന്നത് കാരണം സ്വയം തന്നെ ദേവീ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, രാവണന്റെ രാജ്യവും ഇവിടെ തന്നെയാണ്. പരംപിത പരമാത്മാവിനെ രാമൻ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ ജന്മവും ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. പതീത പാവന സീതാറാം എന്ന് പാടുകയും ചെയ്യുന്നു. എന്നാൽ പതീതമാക്കിയത് ആരാണ്? രാവണൻ ആരാണ്? എന്തുകൊണ്ടാണ് പതീത പാവനായ ബാബയെ വിളിക്കുന്നത്? ഇത് ആർക്കും തന്നെ അറിയില്ല. നമ്മളിലുള്ള 5 വികാരങ്ങൾ തന്നെയാണ് രാവണൻ എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആരിൽ 5 വികാരങ്ങൾ ഇല്ലയോ
അവർ രാമസമ്പ്രദായമാണ്. ഇപ്പോൾ രാമരാജ്യമില്ല. അതിനാൽ എല്ലാവരും പുതിയ ലോകവും പുതിയ പവിത്ര രാജ്യവും വേണം എന്ന് ആഗ്രഹിക്കുന്നു. രാമൻ എന്ന് പറയുന്നത് ശിവബാബയെയാണ്. എന്നാൽ അവർ രാമനെ പരമാത്മാവായി മനസ്സിലാക്കി. അതിനാൽ ശിവബാബയെ മറപ്പിച്ചു. നിങ്ങൾക്ക് രാമരാജ്യം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. രാമന്റെ സീത അപഹരിക്കപ്പെട്ടതായി ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു. രാജാവിൻ്റെ റാണിയെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നത് സാധ്യമാണോ? ശാസ്ത്രങ്ങളും അനേകമുണ്ട്. മുഖ്യ ശാസ്ത്രമാണ് ഗീത. ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അപ്പോൾ പ്രജാപിതാവും ഇവിടെ തന്നെയാണ് വേണ്ടത്. ബ്രഹ്മാവിന് ഇത്ര അനേകം കുട്ടികളുണ്ട്. അപ്പോൾ ഇതായി മുഖവംശാവലി. ഇത്രയും കുഖവംശാവലി ഉണ്ടാവുക സാധ്യമല്ല. സരസ്വതിയും മുഖവംശാവലിയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ത്രീ എങ്ങനെയാകുവാൻ കഴിയും? ഇപ്പോൾ ബാബ പറയുന്നു, ബ്രഹ്മാവിൽ മുഖത്തിലൂടെ നിങ്ങൾ ബ്രാഹ്മണരാകുന്നു, എൻ്റെ കുട്ടികളാകുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം ശിവബാബയുടെ മഹിമ എത്രയാണുള്ളത്. ബാബ പതീത പാവനാണ്, ലിബറേറ്ററുമാണ്. ഇതെല്ലാം പാടിക്കൊണ്ടു പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. അതിനാൽ ആദ്യം ബാബയുടെ പരിചയം നൽകണം. അത് പതീത പാവനാണ്, ഗീതയുടെ ഭഗവാനുമാണ്, നിരാകാരനായ ശിവബാബയാണ്. അപ്പോൾ തീർച്ചയായും വന്ന് ജ്ഞാനം കേൾപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഏത് ശരീരത്തിലൂടെയാണ് ജ്ഞാനം കേൾപ്പിക്കുന്നത്? ആ ഒന്നിന് ബ്രഹ്മാവ് എന്ന നാമം വച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ബ്രഹ്മാവ് എവിടെ നിന്നും വരുവാൻ? ബ്രഹ്മാവിൻ്റെ പിതാവ് ആരാണ്? ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ്റെയും രചയിതാവ് ആരാണ്? ഇതാണ് ഗുഹ്യമായ ചോദ്യങ്ങൾ. ത്രിമൂർത്തി ദേവത എന്ന് പറയുന്നു. എന്നാൽ ഇവർ എവിടെ നിന്നും വന്നു? ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇവരുടെയും രചയിതാവ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ തന്നെയാണ്. ആ ഒന്നിനെ ശിവൻ എന്ന് പറയുന്നു. ഈ 3 ദേവതമാർ ലൈറ്റിൻ്റെതാണ്. ഇവർക്ക് എല്ലും മാംസവും ഒന്നുമില്ല. എന്നാൽ സ്ഥൂല ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. ആ ഒന്ന് ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കിയതായി പാടപ്പെടുന്നുമുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നതായി കാണിക്കുന്നു. ഇപ്പോൾ നാഭിയിൽ നിന്നും കുട്ടി ഉണ്ടാകുമോ? ഇപ്പോൾ ബാബ ഇരുന്ന് എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിലല്ലേ? നിങ്ങൾക്കറിയാം, ആത്മാവിനെ തന്നെയാണ് പാപാത്മാവ്, പുണ്യാത്മാവ് എന്ന് പറയുന്നത്. പവിത്ര ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നല്ല. പരമാത്മാവായ ബാബ സദാ പാവനമാണ്. തമോ പ്രധാനമായവരെ പതീതം എന്ന് പറയുന്നു. സത്യയുഗത്തിൽ എപ്പോഴാണോ സുഖം ഉണ്ടായിരുന്നത്, അപ്പോൾ ദുഃഖത്തിൻ്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ പറയുന്നു സ്വർഗം ഇപ്പോൾ തന്നെയാണ്, ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ അന്തിമത്തിൽ വന്ന് ബാബയിൽ നിന്നും സമ്പത്തെടുക്കും. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വത്തിൻ്റെ അധികാരി മറ്റാർക്കും ആകാൻ സാധിക്കില്ല. വിശ്വത്തിന്മേലുള്ള രാജ്യം സത്യയുഗത്തിൽ ഉണ്ടായിരിക്കും. കലിയുഗത്തിൽ മുഴുവൻ വിശ്വത്തിന്മേലും രാജ്യം ഭരിക്കാൻ സാധിക്കില്ല. ഇത് ആർക്കും അറിയില്ല. വലിയ യുദ്ധം നടന്നിരുന്നതായി ഗീതയിലുമുണ്ട്. അപ്പോൾ തന്നെയാണ് സർവധർമ്മവും വിനാശമാകുന്നത്. മുളങ്കാടുണ്ട്. അത് എപ്പോഴാണോ ഉണങ്ങുന്നത്, അപ്പോൾ പരസ്പരം ഉരസി തീപിടിക്കുന്നു. മുഴുവൻ കാടും കത്തിപ്പോകുന്നു. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷവും ജീർണിച്ചു പോയിരിക്കുന്നു. ഇതിനും ഇപ്പോൾ തീപിടിക്കാൻ പോകുന്നു. പരസ്പരം യുദ്ധം ചെയ്ത് ഇല്ലാതാകും.
അഗ്നിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറ്റോമിക് ബോംബ്സിലൂടെ അഗ്നിക്കിരയാകേണ്ടതുണ്ട്. ഈ രഹസ്യം അവർ അറിയുന്നില്ല. ഇപ്പോൾ കലിയുഗമാകുന്ന നരകം മാറി സ്വർഗം ഉണ്ടാകാൻ പോകുന്നു. ഈ ജ്ഞാനത്തിൽ ലഹരി വളരെയധികം ആവശ്യമാണ്. സ്വയം തന്നെ നോക്കൂ. നമ്മൾ ആ ഉന്മത്ത അവസ്ഥയിൽ, ലഹരിയിൽ ഇരിക്കുന്നുണ്ടോ? നമ്മൾ പരമാത്മാവിൻ്റെ സന്താനമാണ്. ആ ഒന്നിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം സംസാരിക്കുന്നതിൽ റോയൽറ്റി വേണം. ഇവിടെ നിന്നും എല്ലാം പഠിക്കണം. പിന്നീട് അതേ സംസ്കാരം കൊണ്ടുപോകും. അതിമധുരമാകണം. വളരെയധികം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്. ദേവതാ പദവി നേടുന്നവരാണ്. അപ്പോൾ പരസ്പരം എത്ര സ്നേഹത്തോടെ വേണം സംസാരിക്കാൻ. എന്നാൽ കുട്ടികളുടെ വായിൽ നിന്നും എപ്പോഴും പുഷ്പങ്ങൾ പുറപ്പെടുന്നില്ല. നിങ്ങൾ എത്ര ഉയർന്നവരാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ ശിവബാബയുടെ സന്താനമാണ്. പിന്നെ സത്യയുഗത്തിൽ മഹാരാജാവാകും. അതായത് നമ്മൾ വിശ്വത്തിൻ്റെ ക്രൗൺ പ്രിൻസ് ആകും. കുട്ടികളായ നിങ്ങൾക്ക് ആന്തരിക സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുന്നു. ആ ഒന്നിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കണം. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. രാജധാനിയിൽ എല്ലാവരും ആവശ്യമാണ്. എന്നാൽ കുട്ടികളുടെ മുഖത്തു നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടേണ്ടതാണ്. ബാബ രൂപുമാണ്, ബസന്തുമാണ്. കഥകളെല്ലാം ഇപ്പോഴത്തേതാണ്. ബാബയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ മഴ പൊഴിക്കുന്നു. ബാക്കി ഈ ഇന്ദ്രദേവത മഴ പൊഴിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ മേഘം നാച്ചുറലായി ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു. സത്യയുഗത്തിൽ ഈ 5 തത്വങ്ങളും നിങ്ങളുടെ അടിമയാകുന്നു. ഇവിടെ മനുഷ്യർ സർവ്വതിൻ്റെയും അടിമയായിരിക്കുന്നു. ഇവിടെ ഓരോ കാര്യത്തിലും പ്രയത്നിക്കേണ്ടി വരുന്നു. അവിടെ സർവകാര്യവും സ്വതവേ നടക്കുന്നു. കുട്ടികൾക്ക് ബാബയുടെ ഓർമ്മ സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലൂടെ സന്തോഷത്തിൻ്റെ രസം സദാ കയറിയിരിക്കും. അവരും, അതായത് സയൻസിൻ്റെ ആൾക്കാരും മനനം ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾ വാണിയുടെ മനനം ചെയ്യണം. വാണിയുടെ പ്രവാഹം ഇടയ്ക്കിടയ്ക്ക് വളരെ നല്ലതായിരിക്കുന്നു, ചിലപ്പോൾ കുറവും. ഇതിനെ മനനം ചെയ്യുക എന്ന് പറയുന്നു. കുട്ടികൾ ബാബയുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബ തൻ്റെ അനുഭവം കേൾപ്പിക്കുന്നു. ചിലപ്പോൾ വളരെ ലഹരിയുടെ പ്രഭാവമുണ്ടായിരിക്കുന്നു, ചിലപ്പോൾ കുറവായിരിക്കുന്നു. ചിലപ്പോൾ വളരെ നല്ല പോയിന്റ്സ് വരുന്നു. ബാബയും സഹായിയാകുന്നു. ഇത് കുട്ടികളായ നിങ്ങളും ഫീൽ ചെയ്യുന്നു. ബാബ ഒരിക്കലും മുരളി കയ്യിലെടുക്കുന്നില്ല. കുട്ടികൾ മാഗസിൻ എഴുതുന്നു. അപ്പോൾ ബാബ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് വരുത്തുന്നില്ലല്ലോ. മാഗസീനിലും നല്ല നല്ല മുരളിയുടെ പോയിന്റ്സ് വരുന്നു. എല്ലാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കും. ആരുടെയെങ്കിലും ഭാഗത്തേക്ക് മുരളി പോകുന്നില്ലെങ്കിൽ ബാബ പറയുന്നു, രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം 7 ദിവസത്തിൽ മനസ്സിലാക്കിയല്ലോ. ബാക്കി എന്താണ് വേണ്ടത്? ബാക്കി 5 വികാരങ്ങളെ ഭസ്മമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മറ്റൊരു പ്രയാസവുമില്ല. കുട്ടികളായ നിങ്ങൾക്ക് ആരുടെയും സത്സംഗത്തിലേക്ക് പോകാൻ സാധിക്കും. സേവനം ചെയ്യുന്നതിൻ്റെ ഉന്മേഷം വരേണ്ടതാണ്. എപ്പോഴാണോ എല്ലാ ധർമ്മത്തിലുള്ളവരും ഒരുമിച്ച് ചേരുന്നത്, അപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഓരോരുത്തരുടെയും ധർമ്മം വേറെ വേറെയാണ്. സഹോദരന്മാരാണ് എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഒരുമിച്ച് ചേർന്ന് ഒന്നാവുക സാധ്യമല്ല. ഇത് കേവലം പറയുന്നതിൻ്റെ കാര്യമാണ്. ബാബു പറയുന്നു, ഞാൻ വന്ന് ബ്രാഹ്മണരാക്കി പിന്നെ ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. അവിടെ രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരിക്കില്ല. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ഗീതയിലും ഇതിൻ്റെ വർണ്ണന ചെയ്തിരിക്കുന്നു. ഇത് ഒരേ ഒരു പഠനമാണ്. പഠിപ്പിക്കുന്നയാളും ഒന്ന് തന്നെയാണ്. ജ്ഞാനം എപ്പോൾ പൂർത്തിയാകുന്നു
അപ്പോൾ ബാബ പറയുന്നു, ഞാനും മടങ്ങിപ്പോകും. എനിക്ക് കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ ജ്ഞാനം കേൾപ്പിക്കണം. എനിക്ക് കൽപ്പകൽപ്പങ്ങളിൽ വരേണ്ടതുണ്ട്. ഒരു സെക്കൻഡ് പോലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. എപ്പോഴാണോ ജ്ഞാനം പൂർണ്ണമാകുന്നത്, പിന്നെ കർമാതീത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ വിനാശവും സംഭവിക്കും. ദിനം പ്രതിദിനം നിങ്ങളുടെ സർവീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ആരിലും പവിത്രതയുമില്ല, ദൈവിക ഗുണങ്ങളുടെ ധാരണയുമില്ല. അവിടെ പവിത്രതയുടെ വ്യത്യാസം നോക്കൂ, എത്രയാണുള്ളത്. നിങ്ങളിപ്പോൾ സംഗമത്തിൽ ഇരിക്കുന്നു. ഇതാണ് പുരുഷോത്തമ യുഗം. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ശോഭയും ആ ചലനവും ആവശ്യമാണ്. ഒരിക്കലും വായിൽ നിന്നും കല്ലുകൾ പുറത്തു വരാൻ പാടില്ല. രത്നങ്ങൾ തന്നെ വായിൽ നിന്നും വരേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ദേവതയ്ക്ക് സമാനം പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. ഗോഡ് വന്ന് ഗോഡസ് ആക്കുന്നു. ദേവതമാരെ തന്നെയാണ് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ആക്കി മാറ്റുന്നത് ആരാണ്? ഇതാരും അറിയുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ പൂർണ്ണമായും രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് ഉണ്ട്. പിന്നെ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. വളരെ പേർ വന്നുകൊണ്ടിരിക്കും. ബ്രാഹ്മണർ തന്നെയാണ് സ്വദർശന ചക്രധാരി ആകുന്നത്. മായയുടെ കൊടുങ്കാറ്റും കുട്ടികൾക്ക് തന്നെയാണ് വരുന്നത്. എവിടെയെങ്കിലും കൊടുങ്കാറ്റ് വരുന്നതിലൂടെ എല്ലുകൾ പൊട്ടിപ്പോകുന്നു. നടന്ന് നടന്ന് ചിലർ ഡിസർവീസും ചെയ്യുന്നു. ബാബ പറയുന്നു, യാതൊരു മോശമായ കാര്യവും ചെയ്യരുത്. നിങ്ങൾ മുഖവംശാവലി ബ്രാഹ്മണരാണ്, അവർ കുഖവംശാവലിയാണ്. എത്ര വ്യത്യാസമാണുള്ളത്! അവർ ശാരീരിക യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടേത് ആത്മീയ യാത്രയാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അവരും ബ്രാഹ്മണരാണ്, നമ്മളും ബ്രാഹ്മണരാണ്. എന്നാൽ സത്യമായ ബ്രാഹ്മണർ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആരിലുമില്ല. ആ ബ്രാഹ്മണർക്ക് സ്വയം ബ്രഹ്മകുമാർ എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ സ്വയം ബ്രഹ്മകുമാർ എന്ന് പറയുന്നു, അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവും ഉണ്ടായിരിക്കും. എന്നാൽ ചോദിക്കുവാനായി അവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വരുന്നില്ല. ബാബ കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികളായ നിങ്ങൾക്ക് വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ സന്താനമായ ബ്രാഹ്മണരാണ്. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. പിന്നെ അവർക്ക് വികാരത്തിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അഥവാ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ബ്രാഹ്മണ കുലത്തെ കളങ്കിതമാക്കുന്നു. സ്വയം ബ്രഹ്മകുമാർ കുമാരി എന്ന് പറഞ്ഞ ശേഷം പതീതമാവുക സാധ്യമല്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വാണിയിലൂടെ എന്ത് കേൾക്കുന്നുവോ അതിന്മേൽ മനനം ചെയ്യണം. പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ പെരുമാറ്റം വളരെ റോയലാക്കണം. വായിൽ നിന്നും ഒരിക്കലും കല്ലുകൾ പുറത്തു വരരുത്. വളരെ പേരെ തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി സർവീസിൽ തൽപരരായിരിക്കണം. ഏതെങ്കിലും മോശമായ കാര്യം ചെയ്ത് ഡിസർവീസ് ചെയ്യരുത്. വരദാനം: ഏകരസ സ്ഥിതിയിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. എപ്പോഴാണോ ഇന്ദ്രിയങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്നും സംബന്ധങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുവാൻ സാധിക്കും. ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടുന്നതിലൂടെ ഏതൊരു ഭിന്ന ഭിന്ന ആകർഷണമാണോ ഉണ്ടാകുന്നത്, അത് അതീന്ദ്രിയ സുഖം അഥവാ ഹർഷം നേടിത്തരുന്നതിൽ ബന്ധനമിടുന്നു. എന്നാൽ എപ്പോഴാണോ ബുദ്ധി സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി ഒരു ലക്ഷ്യസ്ഥാനത്ത് നിൽക്കുന്നത്,
ചഞ്ചലത സമാപ്തമാകുന്നത്. അപ്പോൾ ഏകരസ അവസ്ഥ ഉണ്ടാകുന്നതിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. സ്ലോഗൻ: തൻ്റെ ബുദ്ധിയുടെ ലൈൻ സദാ ക്ലിയറാക്കി വയ്ക്കൂ, എങ്കിൽ ഓരോരുത്തരുടെയും മനസ്സിലെ ഭാവങ്ങളെ അറിയുവാൻ കഴിയും. ഓം ശാന്തി. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദു രൂപമായ ബാബയിൽ നിന്നും
ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്.